എല്ലാവർക്കും MadeforU യൂട്യൂബ് ചാനലിലെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ജോലിക്കായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പലവരും അവർക്ക് യോജിച്ച ജോലി കിട്ടാതെയായി പലവരും വിഷമിച്ച് നടക്കുന്നുണ്ട്. ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ ഒരു കാരണമുണ്ടായത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യോജിച്ച ജോബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി വന്നോ എന്നറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ, അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്സ്, അതായത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ssc.nic.in എന്ന വെബ്സൈറ്റിലാണ് ഇത് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് ജോബ് വാക്കൻസിയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ എന്ത് വാക്കൻസിയാണ് ഉള്ളത് എന്ന് നോക്കാം. കോൺസ്റ്റബിൾ GD ഇൻ CAPF, അതായത് സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സ്. ഒരു പോലീസ് ഫോഴ്സ് ജോലി ആഗ്രഹിച്ച് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഉപയോഗമായിരിക്കും. അപ്പോൾ CAPFലും NIA, SSF റൈഫിൾമാൻ GD ഇൻ ആസാം റൈഫിൾ എക്സാമിനേഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ മേജറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 17/7/2021 മുതൽ ലാസ്റ്റ് ഡേറ്റ് 31/8/2021 വരെയാണ്. അപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് അപേക്ഷിക്കേണ്ടത്. 31/8/2020 രാത്രി 11:30 വരെ, 2021 രാത്രി 11 വരെ നമുക്ക് അപേക്ഷിക്കാം. അതിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2/9/2021. അതേപോലെ നിങ്ങൾ ചലാൻ ഉപയോഗിച്ചിട്ടാണ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ 4/9/2021 വരെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചലാൻ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടത്, ഓഫ്ലൈൻ ചലാൻ ഇവിടെയുണ്ട്, പേയ്മെൻറ്റ് ത്രൂ ചലാൻ, അതായത് 7/9/2021 വരെയാണ്. 7/9/2021 കമ്പ്യൂട്ടറൈസ്ഡ് ബേസ് എക്സാമാണ് ടയർ 1. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MHA മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് നടത്തുന്നതാണ്. ഓൺലൈൻ എക്സാമാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ബേസ് എക്സാമാണ്. അതേപോലെ ഓൺലൈൻ മോഡിലൂടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമുക്കതേപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടെസ്റ്റും സ്റ്റാൻഡേർഡ് ടെസ്റ്റും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പേ സ്കെയിൽ എത്രയാണെന്ന് നോക്കിയാൽ 21,700 മുതൽ 69,100 വരെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ അധികം വേക്കൻസീസ് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 25,271 വേക്കൻസീസാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 മുതൽ 23 വരെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഈ ഏജിൻ്റെ ഇടയിലുള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോൾ തുടങ്ങിയിട്ടാണ് ഏത് ഡേറ്റ് വരെ സ്വീകരിക്കും എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിലാക്സേഷൻസിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ, ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുൻപ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പാസ്ഡ് മെട്രിക്കുലേഷൻ ഓർ 10th എക്സാമിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹു ഡസ് നോട്ട് അക്വയർ ദ എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ എലിജിബിൾ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് NCC ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള മാക്സിമം മാർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വെബ്സൈറ്റ്, അതായത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഈ കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ടാണ് നമുക്ക് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 31/8/2021 നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപേക്ഷാ ഫീ എന്ന് പറയുന്നത് വെറും 100 രൂപ മാത്രമാണ് അപേക്ഷ വരുന്നത്. അപേക്ഷാ ഫീ ഇല്ലാത്തവരുടെയും കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്നു.
എല്ലാവരും തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള സീരിയസ് ആയി എടുത്തിട്ട് അപേക്ഷകൾ അപ്ലൈ ചെയ്യുക, അതിനനുസരിച്ചുള്ള രീതികളിൽ പഠിക്കാം. പിന്നെ നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള റീജിയനിലും നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഉള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജോലിയുടെ അപ്ഡേറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ കൂടെ ഈ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.